ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യൻ ഹൊറർ സിനിമകൾക്ക് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അത് ഇന്തോനേഷ്യൻ ഹൊറർ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇന്തോനേഷ്യൻ സിനിമയെ കുറിച്ചല്ല, മറിച്ച് ഒരു ഇന്ത്യൻ ഹൊറർ സിനിമയെ കുറിച്ചാണ്. പറഞ്ഞു വരുന്നത് സായി കിരൺ രജനി സംവിധാനം നിർവഹിച്ച് 2022 തെലുങ്കു ഭാഷ റിലീസ് ചെയ്ത മസൂദ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. എന്തിനാദ്യമേ ഇന്തോനേഷ്യൻ സിനിമയെ പിടിച്ചിട്ടു എന്ന് ചോദിച്ചാൽ, ഈ ഒരു സിനിമ കാണുമ്പോൾ ആദ്യം കിട്ടുന്ന ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമ്മളൊരു ഇന്തോനേഷ്യൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഇന്തോനേഷ്യൻ ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ്. നഗരത്തിലെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് നമ്മുടെ നായകനായ ഗോപി. അങ്ങനെ നമ്മുടെ നായകനായ ഗോപി കൃഷ്ണന്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുകയാണ് നീലവും അതേപോലെ തന്നെ അവളുടെ മകളും. നീല ഒരു അധ്യാപികയാണ്, പക്ഷെ അവൾക്ക് ആ കഴിഞ്ഞ മാസങ്ങളിലൊന്നും ശമ്പളം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീടിൻ്റെ വാടകയൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അങ്ങനെ സാമ്പത്തിക ഞെരുക്കത്തിലൊക്കെ കഷ്ടിമുഷ്ടി കഴിഞ്ഞു പോവുകയാണ് നീലവും നീലത്തിൻ്റെ മകളും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ നീലത്തിൻ്റെ മകൾ അസ്വാഭാവികമായി പെരുമാറാൻ തുടങ്ങി. എന്നാൽ ഇതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നീലം ഗോപിയുടെ സഹായം തേടുന്നു. എന്നാൽ ഗോപിക്ക് ഇത്തരം ഒരു അനുഭവം ഇതിനു മുമ്പും കണ്ടു പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നീലത്തോട് പറയുന്നു, ഇവള് പൊസസ്ഡ് ആണ്, ഇവളിൽ ബാധ കയറിയിട്ടുണ്ട്. ഒരു മുസ്ലിം കുടുംബം ആയതുകൊണ്ട് തന്നെ അത്തരം രീതിയിലുള്ള റിച്വൽസിലേക്ക് അവർ നീങ്ങുകയാണ്. പിന്നീട് തുടർന്നുള്ള സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന എക്സോർസിസം സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഹൊറർ സിനിമ എന്ന ലേബലിൽ വരുന്ന ഈ ഒരു ചിത്രം അതിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഒരു വ്യത്യസ്തമായൊരു ഹൊറർ സിനിമ അനുഭവം തന്നെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് സമ്മാനിക്കും. നിങ്ങളൊരു ഹൊറർ സിനിമാ പ്രേമിയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ. എന്നിരുന്നാലും മറ്റു ചിത്രങ്ങളുമായിട്ടൊന്നും തന്നെ താരതമ്യം ചെയ്യാതെ, മറ്റു കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ ഈ ഒരു ചിത്രത്തെ സമീപിക്കുകയാണെങ്കിൽ നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് തന്നെ ചിത്രം നിങ്ങൾക്ക് സമ്മാനിക്കും. വെറുതെ പ്രേതം കൂടി അതിനെ ഒഴിപ്പിക്കുക എന്നതിനപ്പുറം ചിത്രം പറഞ്ഞു പോകുന്ന മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് എന്നതൊക്കെ ചിത്രം കണ്ട് തന്നെ മനസ്സിലാക്കണം. ചിത്രത്തിലെ നീലത്തിൻ്റെ കഥയ്ക്കൊപ്പം ഗോപിയുടെ കഥയും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെ ഗോപി ഈ ഒരു ഫാമിലി ആയിട്ട് ഇത്ര അറ്റാച്ച്ഡായി, എന്തിന് ഗോപി ഇവരെ സഹായിക്കണം, ഗോപിയുടെ മറ്റ് ജീവിതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിത്രം പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ടും കൂടെ ശ്രമിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.